ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും, വിശിഷ്യ ഈ ആത്മീയ കർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, അനുഷ്ഠാന ആചാര സ്വഭാവത്തിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടതും പഠിപ്പിച്ചതും പോലെ തന്നെയാണോ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിഷയത്തിൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ വിധിവിലക്കുകളെയും പ്രത്യേകമായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. ഇസ്ലാമിക സമൂഹത്തിലും എല്ലാ മതസമൂഹങ്ങളിലും പടർന്നു കയറിയിട്ടുള്ള കുറ്റിക്കണ്ണിയാണ് പുരോഹിതന്മാർ എന്ന് പറയുന്നത്. ദീനിലില്ലാത്ത പുതിയ സാധനങ്ങൾ പഠിപ്പിക്കുകയും ദീൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ള കാര്യങ്ങളെ നിസ്സാരമായി മാത്രം ഗണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായി പല പുതിയതും നമ്മളിലേക്ക് എത്തിക്കുകയും അതാണ് ശരി എന്ന് തോന്നിപ്പിക്കുമാറുള്ള വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ അതിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ മുസ്ലിം സാമൂഹിക ജീവിതത്തിലും മറ്റ് മതസമൂഹങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇസ്ലാമിൽ ഈ പുരോഹിതൻ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ല. ശരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ പുരോഹിതന്മാരുള്ളത് ഹൈന്ദവ സമുദായത്തിലാണ്, ബ്രാഹ്മണ സമൂഹം. അതിൽ ജനനം മുതൽ മരണം വരെ അനങ്ങിയാൽ കാശ് വെച്ചിട്ടുള്ള ആചാര അനുഷ്ഠാന സമ്പ്രദായങ്ങളാണ്. ബ്രാഹ്മണിസം, സവർണ ബ്രാഹ്മണിസം ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളെയും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെയും ഒക്കെ സമർത്ഥമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൗരോഹിത്യ വൃത്തിയുടെ തണലിലും അധികാരത്തിലും നിന്നുകൊണ്ടാണ്. അത് അവർക്കേ പറ്റൂ. വേറെ ഒരു മനുഷ്യൻ അത് നിർവഹിക്കാൻ സ്വാതന്ത്ര്യമില്ല. ബ്രാഹ്മണന്മാർ മാത്രമേ അവർക്ക് വേറെ എന്തും ചെയ്യാം. അതുപോലെ ഈ പ്രവർത്തനം അവർ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. പിന്നീട് ഏറ്റവും കൂടുതൽ പുരോഹിതന്മാരുള്ളത് ക്രൈസ്തവ സമുദായത്തിലാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ബാക്കി മതസമൂഹങ്ങളിലൊക്കെ അതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുരോഹിതന്മാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിങ് ഇല്ല. ഇമാമ്, ഖത്തീബ്, ഉസ്താദ്, ഷെയ്ഖ്, മൗലാന എന്നൊക്കെ പറഞ്ഞിട്ട് ചില പട്ടങ്ങളും പദവികളൊക്കെ അതെന്തോ ഒരു പ്രത്യേക സാധനമാണ്, പ്രത്യേക ആളുകൾക്ക് മാത്രം നിർവഹിക്കാനുള്ളതാണ് എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ വശമായിട്ടുണ്ടെങ്കിൽ അതിന് യാഥാർത്ഥ്യങ്ങളായിട്ടൊന്നും ഒരു ബന്ധമില്ല. അങ്ങനെ ഒരു പദവിയല്ല ഇമാമ് എന്ന് പറയുന്നത്. ഇമാമ് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ, ലീഡർ, മുന്നിൽ നിൽക്കുന്നവൻ, നേതൃത്വം വഹിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അത് ആർക്കും നടത്താം. ഖത്തീബ് എന്ന് പറഞ്ഞാൽ പ്രഭാഷകൻ എന്നാണ് അർത്ഥം, പ്രസംഗകൻ അല്ല. ഖത്തീബ് എന്ന് പറഞ്ഞാൽ ഒരു പദവിയൊന്നുമല്ല. പ്രസംഗിക്കുന്ന ഏതൊരാൾക്കും ഇവിടെ ഇത് നടത്താം. അല്ലാതെ അത് ഇങ്ങനെ ഒരു പദവി ചാർത്തപ്പെട്ടിട്ടുള്ള ഒരാളെ ഇത് നിർവഹിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു സംഗതി ഇല്ലേ. അതുപോലെ തന്നെ ഇതിന് പ്രത്യേക വേഷവിധാനങ്ങളും രൂപഭാവങ്ങളൊന്നും ആവശ്യമില്ല. പ്രത്യേക പോലീസിനെ തിരിച്ചറിയാൻ പോലീസിൻ്റെ യൂണിഫോം ഉണ്ട്, ഡോക്ടറെ തിരിച്ചറിയാൻ ഡോക്ടർക്ക് യൂണിഫോം ഉണ്ട്, കുട്ടികളെ തിരിച്ചറിയാൻ കുട്ടികൾക്ക് ഒരു യൂണിഫോം ഉണ്ട്. എന്നതുപോലെ ഇമാമിനും ഖത്തീബിനും പുരോഹിതനും ഒന്നും ഒരു പ്രത്യേക യൂണിഫോം ഇസ്ലാം നിഷ്കർഷിച്ചിട്ടില്ല. നമ്മളത് മനസ്സിലാക്കണം ഗൗരവത്തിൽ തന്നെ. കാരണം ഈ വേഷഭൂഷാദികളും അതിൻ്റെ അലങ്കാരങ്ങളും അതിൻ്റെ സമയങ്ങളും അതുകൊണ്ട് എന്തു ആവാം, എങ്ങനെയാവാം, എന്ത് കോലം കെട്ടിയിട്ടും ഇതൊക്കെ നടത്താം എന്നല്ല പറഞ്ഞതിൻ്റെ ചുരുക്കം. പക്ഷെ ഇതിനെ വേർതിരിച്ചു നിർത്തുന്ന, സാമൂഹിക ജീവിതത്തിലെ എല്ലാ മനുഷ്യരിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്ന എന്തോ ഒരു പ്രത്യേക ഷിആർ, അലാമാത്ത്, അടയാളം കൊടുത്തുകൊണ്ടാണ് പുരോഹിതൻ ഉണ്ടാകേണ്ടത് എന്ന് അള്ളാഹിൻ്റെ ദീനിൽ എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കുമ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അവിടുത്തെ അറബികൾ ധരിച്ചിരുന്ന വേഷമുണ്ട്. അതാണ് റസൂലിൻ്റെ വേഷം.
അല്ല റസൂല് ഞാൻ റസൂലാണെന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക രീതിയിലുള്ള വേഷവിധാനം ഒന്നും എടുത്തെറിഞ്ഞിട്ടില്ല. മരുഭൂമിയിലെ പൊടിക്കാറ്റിനെയും മരുഭൂമിയിലെ ചൂടിനെയും അന്നത്തെ അവരുടെ കാലാവസ്ഥയുടെ സംരക്ഷണത്തിന് ഒതുങ്ങുന്ന രീതിയിൽ കന്തൂറ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, പിന്നെ തലയിലിടുന്ന അപായ ആ സാധനമൊക്കെ അറബികൾ ഇടുന്ന, ഇന്നതൊരു ഫാഷനാണ് അവർക്ക്. കാരണം അവരൊന്നും ഇപ്പം മരുഭൂമിൻ്റെ ചൂടിലൊന്നുമല്ല വല്ലാതെ ജീവിക്കുന്നത്, ഒക്കെ അത്യന്താധുനിക ജീവിത സൗകര്യങ്ങളിലാണുള്ളത്. പക്ഷെ അന്നത്തെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവിതവും എ സി ഒന്നുമില്ലല്ലോ, ആ ചൂടിനെ തണുപ്പാക്കി മാറ്റുന്ന ഭയങ്കര സംവിധാനങ്ങളൊന്നുമില്ല. മണ്ണും മരമൊക്കെ കുഴച്ചിട്ടുണ്ടാക്കിയ വീട്ടിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി നൽകുന്ന ഒരു മിനിമം ലെവലിലുള്ള തണുപ്പുണ്ടാവുന്നല്ലാതെ ബാക്കിയൊക്കെ ചൂടിലാണ്. ആ ചൂടിനെ തണുക്കാൻ പറ്റുന്ന ഒരു വേഷവിധാനം, വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത്. അതവരുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതും അവിടുത്തെ സാമൂഹിക ജീവിത പരിസ്ഥിതികളുമായി ബന്ധപ്പെട്ടതാണ്. ആ വേഷമാണ് റസൂൽ തിരുമേനി ധരിച്ചിരുന്നത്. അല്ല പ്രവാചകത്വത്തിന്റെ വേഷം, റസൂലിന്റെ വേഷം, നബിയുടെ വേഷം, ഉസ്താദിന്റെ വേഷം, മൗലാനയുടെ വേഷം, അല്ലെങ്കിൽ ഖാദിയുടെ വേഷം എന്നൊന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക വേഷവിധാനം റസൂൽ. അതേസമയം വ്യക്തികൾ ഇഷ്ടപ്പെടുന്ന ചില സാധനങ്ങൾ ഉണ്ടാവും. ഓരോ വ്യക്തികൾക്കും ആ ഭക്ഷണം ഇഷ്ടപ്പെടുന്നത് പോലെ, വസ്ത്രം ഇഷ്ടപ്പെടുന്നത് പോലെ ചില പ്രത്യേക രീതികൾ റസൂലിന് ഇഷ്ടമുണ്ടായിരുന്നു, റസൂൽ അത് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം അതൊരു പ്രത്യേക ഇപ്പോൾ ഡോക്ടർക്കും പോലീസിനും കുട്ടികൾക്കും ഒക്കെ യൂണിഫോം നൽകുന്നത് പോലെ ഇത് പ്രവാചകന്റെ യൂണിഫോമാണ്, ഇത് ഖതീബിൻ്റെയും ഇമാമിൻ്റെയും ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രത്തിൻ്റെ കോഡാണ്, ഇതുണ്ടെങ്കിൽ ഇതിങ്ങനെയാണെങ്കിൽ ഇത് നിർവഹിക്കാൻ പറ്റൂ എന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലൊന്നും കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. റസൂൽ തിരുമേനി ഒരു സദസ്സിൽ ഇരുന്നാൽ ആളുകൾക്ക് മനസ്സിലാകാൻ പോലും ചിലപ്പോൾ ആദ്യം കാണാത്തവർക്ക് മനസ്സിലാവില്ല. ഇന്നിപ്പോൾ ഒരു ഉസ്താദും ഷെയ്ഖും മൗലാനയൊക്കെ ഇരുന്നാൽ മനസ്സിലാവും, മൂപ്പരാണ് ഷെയ്ഖ്, മൂപ്പരാണ് മൗലാന, അയാളാണ് ഇപ്പറയുന്ന മഹാൻ, അദ്ദേഹമാണ് ഇവിടുത്തെ ഖാദി ഖുല്ലാത്ത് എന്നൊക്കെ ആർക്ക് മനസ്സിലാവും? ആ വേഷഭൂഷാദികൾ കൊണ്ടും ഇരുത്തത്തിൻ്റെ ഗരിമ കൊണ്ടും പദവികളുടെ സംവിധാനങ്ങൾ കൊണ്ടും ഒക്കെ പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാവും അയാളാണ് ഇന്നത്തെ ആ വിഷയത്തിലുള്ള കേന്ദ്ര കഥാപാത്രം, അയാളാണ് എന്ന് അയാളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരുന്നാൽ ആളുകൾക്ക് വന്നിട്ട് തിരിച്ചറിയാൻ പറ്റൂല. ആളുകൾ ചോദിക്കണം, കാരണം എല്ലാവരും ഒരേപോലെ തന്നെ ഉണ്ടാവുക, എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക. അവരെ കിട്ടിയിരുന്ന ആദ്യം അറിയുന്ന ഒരാൾക്ക് റസൂലാണെന്ന് മനസ്സിലാവുന്നല്ലാതെ നബി തിരുമേനിയുടെ വേഷവിധാനങ്ങളുടെ അടയാളങ്ങൾ വെച്ചിട്ടോ ഹാവഭാവങ്ങൾ വെച്ചിട്ടോ ഒന്നും അള്ളാഹുവിൻ്റെ റസൂലാണ് ഇത് എന്ന് ഒരാൾക്ക് ധരിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഇസ്ലാമിൽ പുരോഹിതന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമേ ഇല്ല. ലാ റഹ്ബാനിയത്ത ഫിൽ ഇസ്ലാം. റസൂൽ തിരുമേനി അത് നന്നായിട്ട് പഠിപ്പിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഇസ്ലാമിന് മുമ്പ് കടന്നു വന്നിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും പുരോഹിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? കച്ചവടം ചെയ്തിട്ടുണ്ട്, നല്ല വിൽപ്പന ചരക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാമ്പും കഴമ്പും നട്ടെല്ലും ഒക്കെ തകർത്ത് കപടമായ കള്ളത്തരങ്ങളുള്ള ധാരാളം പുതിയതുകൾ കൂട്ടിച്ചേർത്ത് അതാണ് മതം, അതാണ് മതകീയ പ്രവർത്തനം എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പുരോഹിതന്മാർ മതങ്ങളെ കൊണ്ട് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ അകത്തളങ്ങളിൽ എവിടെയും അത്തരമൊരു സംഗതി കടന്നു വരാതിരിക്കാൻ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പണിയൊക്കെ ആർക്കും കൊടുക്കാം. ഇമാമ നിൽക്കലും ഖുതുബ പറയലും ഒക്കെ മരം കയറുന്നവനും തേങ്ങ ഇടുന്നവനും വിവരണ്ടാണെന്നുള്ളൂ, ആ വിഷയത്തിൽ വിവരണ്ടാണെന്നുള്ളൂ. ഇനി മീൻ വിൽക്കുന്നവനാണെങ്കിലും കടയിൽ നിൽക്കുന്നവനാണെങ്കിലും മാനേജറോ പോലീസോ ഡോക്ടറോ എഞ്ചിനീയറോ കപ്പിത്താനോ ഇനി എന്താവട്ടെ, അവർക്കൊക്കെ ഇമാമ നിൽക്കാം. അല്ല, ഇതൊരു പ്രത്യേക വിഭാഗത്തിന് സംവരണം ചെയ്ത് ആ വിഷയത്തിൽ അതിൻ്റെ അറിവുണ്ടാവണമെന്നുള്ളൂ, അത് ചെയ്യാനുള്ള വിവരം കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവണമെന്നുള്ളൂ, പല കാര്യങ്ങളും അറിയുന്ന രീതിയിൽ. പക്ഷെ അതെന്തോ ഒരു ഭയങ്കരമായ ധാരാളം അറിവുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടാവേണ്ടതല്ല. ഇതിന് പ്രത്യേകമായ ഒരു കോഴ്സോ അങ്ങനെ ഒരു രീതിയിൽ പഠിപ്പിക്കപ്പെടേണ്ട ഒരു സാധനമല്ല. മുസ്ലിം സാമൂഹിക ജീവിതത്തിൽ നമസ്കാരവും അതുപോലെ തന്നെ അതിൻ്റെ നിയമങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലെ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇതൊരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് ചാർത്തി കൊടുത്തിട്ടുള്ള ഒരു സാധനമല്ല. പക്ഷെ ഇന്ന് ലോകത്ത് സകല മതങ്ങളിലും പുരോഹിതന്മാർ എന്ന് പറയുന്നത് പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യുന്ന, എല്ലാവർക്കും അതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന വേഷഭൂഷാദികളോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന സംഗതികളാണ്. ഈ പുരോഹിതന്മാർ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു നബിയുണ്ട്, അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം വരുമ്പോൾ യഹൂദ പുരോഹിതന്മാരാണുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിനെ കീഴ്മേൽ അട്ടിമറിച്ചിട്ട് രണ്ടു കാലം നിൽക്കണതിന് പകരം തലകുത്തി നിന്നിട്ട് അതാണ് നടത്തം എന്ന് പഠിപ്പിച്ചിരുന്ന വിഭാഗമാണ് അവർ. ബ്രാഹ്മണ പൗരോഹിത്യത്തിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അനങ്ങിയാൽ ഫണ്ടാണ്, എല്ലാറ്റിനും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ധാർമ്മികതയും മൂല്യബോധവും ഔചിത്യബോധവും നന്മയും പാലിക്കുന്നതിനപ്പുറം ആചാരാനുഷ്ഠാനങ്ങളിൽ ബന്ധിതമായാൽ അതാണ് നന്മ എന്ന് പഠിപ്പിക്കുക.
പണ്ട് തമാശക്ക് പറയലുണ്ടല്ലോ, ഈ ഇതാണ് കൈ എവിടെയാണ് കെട്ടേണ്ടത്, നമ്മളെ തർക്കമാണ്. മുസ്ലിം സമുദായത്തിൽ ഭയങ്കര തർക്കമാണല്ലോ. കൈ എവിടെ കെട്ടണം എന്നുള്ളത് മുസ്ലിം സമുദായത്തിലെ സംഘടനകളുടെ വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്നാണ്. ഞാൻ അതിൻ്റെ ശരി തെറ്റോ മോശം ഒന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഒരു കാര്യം മനസ്സിലാക്കാൻ. അതുകൊണ്ട് അത് അങ്ങനെ അഭിപ്രായമുള്ളവരെ മോശപ്പെടുത്താനൊന്നും ഞാൻ ആളൊന്നുമല്ല, ആ അർത്ഥത്തിലൊന്നും അല്ല ഞാൻ പറയുന്നത്. ചിലവർ ഇവിടെ കെട്ടുന്നവരുണ്ട്, ചിലവർ ഇവിടെ കെട്ടുന്നവരുണ്ട്, ചിലവർ അതിൻ്റെ താഴെ കെട്ടുന്നവരുണ്ട്, ചിലവർ അതിലും താഴെ കെട്ടുന്നവരുണ്ട്. ഇനി ഹജ്ജിനും ഉംറയ്ക്കൊക്കെ നിങ്ങൾ പോയാൽ കൈയൊക്കെ താഴ്ത്തിയിട്ടിട്ട് ആളുകളെ ഒമാനികളൊക്കെ കൈയൊക്കെ താഴ്ത്തിയിട്ടിട്ടാണ് നിൽക്കുക, കൈ ഇങ്ങനെ താഴ്ത്തിയിട്ടിട്ടാണ് നിൽക്കുക. ഒലിക്കാതെ വേറെ സംഗതി കൈയൊന്നും കെട്ടി എവിടെയും വെക്കലില്ല. അപ്പോൾ പള്ളമലാണോ വെക്കേണ്ടത്, അതല്ല അതിൻ്റെ താഴെയാണോ വെക്കേണ്ടത്, അതിൻ്റെ മുകളിലാണോ വെക്കേണ്ടത്, അതല്ല നെഞ്ചത്താണോ വെക്കേണ്ടത്, ഇങ്ങനെയാണോ വെക്കേണ്ടത്? ഇത് മുസ്ലിം സമുദായത്തിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. യഥാർത്ഥത്തിൽ നിസ്കാരത്തിനൊരു തുമഅ്നീനത്ത്, നമസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഷർത്തുകളിലൊന്ന് എല്ലാത്തിലും അടങ്ങി നിൽക്കണം. ചൊറിഞ്ഞ് മാന്തി ഇളകി അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടല്ലോ, എന്തിനാണ് നിൽക്കുന്നത് എന്നറിയാതെ എന്തോ ചില കാട്ടിക്കൂട്ടലുകൾ നടത്തേണ്ട ഒരു പരിപാടിയാക്കാൻ പാടില്ല. അതുകൊണ്ട് ശരീരത്തിനും മനസ്സിനെയും കൺട്രോൾ ചെയ്തിട്ട് ഒരു ധ്യാനാവസ്ഥയിൽ, ഒരു ധന്യാവസ്ഥയിൽ, ഒരു പ്രത്യേകമായ കോൺസെൻട്രേഷനൊക്കെ നേടി കോൺഫിഡൻസോട് കൂടി നടത്തുന്ന ഒരു കർമ്മമായിട്ട് അത് മാറണം. എന്തോ ഒരു ഹവേയിൽ വന്നിട്ട് ഒരാൾ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, അവിടെ ചൊറിഞ്ഞ് ഇവിടെ മാന്തി, അത് ശരിയാക്കി ഇത് ശരിയാക്കി, അങ്ങനെ എല്ലാം കൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനം അങ്ങനെ ചെയ്യരുത്. എന്തിലാണോ നമ്മൾ മുഴുകുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, അപ്പോൾ എടുത്തിട്ട് മൊബൈൽ നോക്കുക, എന്നിട്ട് അതിൽ വിളിക്കുക, അതിൽ സംസാരിക്കുക പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഉണ്ടല്ലോ ഒരു സംഗതി. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മത്തിൽ നമ്മൾ നിരതരാവുക, അതിൽ മുഴുകുക എന്നുള്ളതാണ്. നമസ്കാരത്തിനും അങ്ങനെ ഉണ്ട്, അതിൽ മുഴുകിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കയ്യിനെ അടക്കി നിർത്താം. അപ്പോൾ വെറുതെ താത്തിയിട്ടാൽ വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അങ്ങനെ താത്തിയിടും. അപ്പോൾ കൈ എവിടെ, എന്താണ് ഈ കൈ? നമസ്കാരം തന്നെ ഒരു പ്രതീകാത്മക പ്രവർത്തനമാണല്ലോ. എന്താണ്? ഞാനിത് അല്ലാഹുവേ നിനക്ക് വേണ്ടി വന്ന് നിൽക്കുകയാണ്, എൻ്റെ നൃത്തം മുഴുവൻ നിനക്ക് വേണ്ടിയാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് നമ്മൾ പ്രതിജ്ഞയായിട്ട് ചെല്ലണത്. എൻ്റെ ജീവിതം, എൻ്റെ മരണവും, എൻ്റെ നമസ്കാരങ്ങളും, എൻ്റെ കഠിനാധ്വാനങ്ങളും, ബലികർമ്മങ്ങളും, പ്രാർത്ഥനകളും ഒക്കെ അല്ലാഹുവേ നിനക്കാണ്. വേറെ ഏതെങ്കിലും പാർട്ടിക്കോ സംഘടനക്കോ കുടുംബത്തിനോ തറവാടിനോ വംശത്തിനോ ജാതിക്കോ സമുദായത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല ഈ പണി ഞാൻ ചെയ്യുന്നത്. നിന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. കാരണം അജണ്ടകളും നിയ്യത്തുകളും ക്രമങ്ങളും ഒക്കെ മാറും പലതിനും വേണ്ടിയിട്ട്. അതൊന്നും അല്ലാതെ ഞാൻ നിനക്ക് വേണ്ടിയാണ് എൻ്റെ 24 മണിക്കൂറും, എൻ്റെ ആഴ്ചകൾ, എൻ്റെ മാസങ്ങൾ, എൻ്റെ വർഷങ്ങൾ, എൻ്റെ ആയുസ്, കാരണം നീ തന്നതായി ഇതൊക്കെ. അതുകൊണ്ട് നിനക്ക് വേണ്ടിയാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും നിനക്കാണ്. അതിൻ്റെ ഒരു പ്രതീകാത്മക പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് നമസ്കാരത്തിൽ നമ്മൾ മുഴുകുന്നത്. അത് മുഴുകൽ നിർബന്ധം, അല്ലെങ്കിൽ നമ്മൾ മറക്കാതിരിക്കാൻ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു സംഗതിയാണത്. അതുകൊണ്ട് തിന്മകളിലേക്കും വഷളത്തരങ്ങളിലേക്കും ഒന്നും പോകാതിരിക്കാൻ. അപ്പൊ കൈ കെട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യഥാർത്ഥത്തിൽ ഈ കെട്ടിയ കൈ കൊണ്ട് നിനക്ക് വിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്യൂല. അള്ളാഹുവെ നിനക്കിഷ്ടപ്പെട്ടത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ചെയ്യുള്ളൂ, എൻ്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കുള്ളൂ, എൻ്റെ നാവുകൊണ്ട് ഞാൻ പറയുള്ളൂ, എൻ്റെ തല കൊണ്ട് ഞാൻ ആലോചിക്കുള്ളൂ. എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളൊക്കെ നിന്നെ സംബന്ധിയാണ്. ഈ കൈ കൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ നിനക്ക് വിധേയപ്പെട്ടതായിരിക്കും. ഇതിൻ്റെ ഒരു പ്രതീകാത്മകമായ സാധനമാണ് ഈ കൈയ്യെട്ടൽ. ഈ കൈ കൊണ്ട് നിനക്ക് വിരുദ്ധമായിട്ട് ഞാനൊരു പണിയും ചെയ്യില്ല. അതിന് പകരം എന്ത് ചെയ്യുക? ഈ കൈ കൊണ്ട് കൈക്കൂലുണ്ട്, കള്ളക്കച്ചവടമുണ്ട്, പോക്സോ ഉണ്ട്, വ്യഭിചാരമുണ്ട്, വർഗീയതുണ്ട്, സാമുദായികതുണ്ട്, കരിഞ്ചന്തുണ്ട്, പൂഴ്ത്തിവെപ്പുണ്ട്, മയക്കുമരുന്നുണ്ട്. ഇവിടെ നിസ്കാരത്തിൽ വന്നിട്ട് ഇവിടെ കെട്ടണം, ഇവിടെ കെട്ടണം, ഇവിടെ കെട്ടണം, എവിടെ കെട്ടിയാലാണ് ഭയങ്കര പുണ്യം എന്നുള്ളത് വലിയ തർക്കം നമ്മൾ നടത്തുകയാണ്. ഈ കൈ കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഈ കാലുകൊണ്ട് എവിടേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ കണ്ണുകൊണ്ട് എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ ചെവി കൊണ്ട് എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ഈ നാക്കും ചുണ്ട് ഉപയോഗിച്ച് എന്തൊക്കെയാണ് പറഞ്ഞ് അങ്ങ് പുറത്തേക്കും അകത്തേക്കും നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത്? ഇങ്ങോട്ട് വരുന്ന വർത്താനാണ്, അങ്ങോട്ട് പോണത് ഭക്ഷണമാണ്. എന്തൊക്കെയാണ് കഴിക്കുന്നത്? എന്തൊക്കെയാണ് പുറത്തേക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇതൊന്നും പ്രശ്നമല്ല. ഇവിടെ വന്നിട്ട് സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ തെറ്റിപ്പോയോ, അതുപോലെ തന്നെ അതിൻ്റെ ഇതിൽ അല്ലാഹു അക്ബർ പറഞ്ഞപ്പോൾ അങ്ങോട്ട്, അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ആവണം എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ഭക്ഷണം വിളമ്പുമ്പോൾ പോലും അതിൻ്റെ ഒരു വൃത്തിയിലും വെടിപ്പിലും ആയിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. എന്നതുപോലെ ഇതിനൊരു ചിട്ടയും ഒരു വട്ടമൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ മർമ്മങ്ങൾ വിട്ടിട്ട് അതെന്തിനാണ് എന്ന് തിരിച്ചറിയാതെ ഈ കണ്ണുകൊണ്ട് എന്തും പോയിട്ട് കാണാൻ തീരുമാനിച്ചിട്ട് നിസ്കാരത്തിൽ കണ്ണിങ്ങനെ അടച്ച് ഭയങ്കര ഖുശൂവിൽ നിൽക്കണം എന്ന് ഭയങ്കര സംഭവമായിട്ട് നമ്മൾ എടുക്കുക. ഭയങ്കര ധ്യാനം, അതുപോലെ തന്നെ ആത്മീയമായ വലിയ ഇതിലേക്ക് ഉയരുന്നത് പോലെ നമ്മളൊരു പ്രത്യേക ഭാവത്തിലും താളത്തിലും ഒക്കെ നിൽക്കുക. യഥാർത്ഥത്തിൽ ജീവിതത്തിലാണ് ഇത് വേണ്ടത്. സ്കരിക്കുമ്പോഴൊന്നും ഇല്ലല്ലോ കുഴപ്പമുണ്ടാവുക. ഇവിടെ വന്നിട്ടിപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകണില്ല. ഇവിടുന്ന് ഇറങ്ങിയാലാണ് ജീവിതത്തിന്റെ വൈവിധ്യമുള്ള മേഖലകളിൽ നമ്മൾ ഇടപെടുക. അപ്പം പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തില് കർമ്മങ്ങളുടെ അടിസ്ഥാനങ്ങൾ മറക്കുകയും ആ കർമ്മങ്ങളുടെ ആചാര സംബന്ധിയായ പ്രശ്നങ്ങളിൽ വലിയ
ഇടുക. മുമ്പ് എനിക്ക് പറഞ്ഞോന്ന് ഓർമ്മല്ല, ഈ തറാവീഹ് നമസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഇഖ്വാനുൽ മുസ്ലിം ഇപ്പോൾ വലിയ ചർച്ചയുള്ള സംഘടനയാണല്ലോ ഇഖ്വാനുൽ മുസ്ലിമോൻ. അതിൻ്റെ നേതാവുണ്ട് ഹസൻ അൽ ബന്ന ഷഹീദ് റഹിമഹുല്ല. ഇവിടെ വെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഇന്നലെ ഇസ്മായിൽ ഹനിയയുടെ വാർഷികമായിരുന്നു. ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ചിട്ട് മരണപ്പെട്ടല്ലോ, ഹമാസിന്റെ നേതാവ്. ഹമാസിന്റെ ആദ്യത്തെ ഇഖ്വാനുൽ മുസ്ലിമോന്റെ ആദ്യത്തെ നേതാവാണ് ഷഹീദ് ഹസൻ അൽ ബന്ന. ജൂതന്മാരും അമേരിക്കയും ഈജിപ്തിലെ രാജാക്കന്മാരും ഒക്കെ കൂടിയിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്, രക്തസാക്ഷിയാവുകയാണ് ചെയ്തത്. അദ്ദേഹം ഇതേപോലെ ഒരു പള്ളിക്ക് വരുമ്പം പള്ളിയിൽ ഭയങ്കര തർക്കം. എന്താ തർക്കം? തറാവീഹ് നമസ്കാരം 13 21 11 23 ഭയങ്കര പ്രശ്നമാണ്. ഫർള് നിസ്കരിക്കാൻ തന്നെ ആളില്ല ഇവിടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പള്ളികളിലൊക്കെ? ഫർള് നിസ്കരിക്കാത്തവന്റെ മുമ്പിൽ തറാവീഹ് നമസ്കാരം സുന്നത്താണ്. ആ സുന്നത്ത് നമസ്കാരത്തിന്റെ പുകിലി ചർച്ച ഇനി റമദാൻ വരുമ്പോഴൊക്കെ നമ്മൾക്കിടയിൽ നടക്കും. ആരോപണോ പ്രത്യാരോപണോ അതിന്റെ അവകാശവാദങ്ങളും ഒക്കെ സംഘടനകൾ പ്രസിദ്ധീകരണമായിട്ടും പ്രസംഗമായിട്ടും ലേഖനായിട്ടും ഒക്കെ നന്നായിട്ട് അടിച്ചിറക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നാട്ടിലുള്ള പള്ളിയിൽ സുബഹിക്ക് എത്ര ആളുണ്ട്, ളുഹറിന് എത്ര ആളുണ്ട്, അസറിന് എത്ര ആളുണ്ട്? മഹല്ലിലെ പൗരന്മാരും പൗരകളും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ പള്ളിയിൽ ഫർള് നിസ്കരിക്കാൻ വരുന്നുണ്ടോ? ഫർള് പള്ളിയിലാണ് നിസ്കരിക്കേണ്ടത്, പുരുഷന്മാർ പ്രത്യേകിച്ചും. പെണ്ണുങ്ങൾക്ക് നിർബന്ധമല്ല, വീട്ടിൽ വെച്ച് ചെയ്താൽ മതി, പറ്റുകയാണെങ്കിൽ അവർക്കും വരാം. പക്ഷേ അത് നമ്മുടെ പ്രശ്നമല്ല. നമ്മുടെ ചർച്ച എന്താണെന്ന് വെച്ചാൽ വരുന്നാൾ നോമ്പിന് 23 11 അപ്പോൾ ഇദ്ദേഹം കയറി ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിനോട് ഇത് ചോദിക്കുന്നുണ്ട്, 23 11 അപ്പോൾ രണ്ട് കൂട്ടരും ആഗ്രഹിക്കുന്നത് ഓൽക്ക് പറ്റിയൊരു ഫത്വ അദ്ദേഹം കൊടുക്കണം. 23 പറഞ്ഞാൽ 11 അടിയായി, 11 പറഞ്ഞാൽ 23 ശ്വാസം മുട്ടലായി. അപ്പോൾ ഉസ്താദ് എന്താ പറയാച്ചെങ്കിൽ അതാണ് സംഗതി. അപ്പോൾ അദ്ദേഹം അവരോട് മറിച്ച് ചോദിച്ചു, തറാവീഹ് നമസ്കാരം ഫർളാണോ സുന്നത്താണോ? ഫർളാണോ സുന്നത്താണോ? അപ്പോൾ അവരെ പറഞ്ഞു തറാവീഹ് നമസ്കാരം സുന്നത്താണ്, തറാവീഹ് നമസ്കാരം സുന്നത്താണ്. അതേസമയം മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം എന്ന് പറയുന്നത് സുന്നത്താണോ ഫർളാണോ? അത് ഫർളാണ്. ഖുർആൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുസ്ലിം സമുദായത്തിലെ സംഘടനകളും രാജ്യങ്ങളും വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ ഐക്യപ്പെടുക എന്നുള്ളത് ഇന്ന് പണ്ഡിതന്മാരും ഭരണാധികാരികളും ഒക്കെ കൂടിയിട്ട് ചവിട്ടി കുഴച്ചം ചെയ്തിട്ടുണ്ട്. കീറി മുറിച്ച് വെട്ടി പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സംഘടനകളെ. കീറി മുറിഞ്ഞ് പല കഷണങ്ങളായി, ഓരോരുത്തരും ഓരോ തുരുത്തില് ചക്ക വീണാലും മുറിഞ്ഞ് പല കഷ്ണങ്ങളാകുന്നത് പോലെ സംഘടനകൾ വീണിട്ട് പല കഷണങ്ങളായി ഓരോ കഷ്ണവും കയ്യിൽ പിടിച്ചിട്ട് അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എതിരാളി ആരാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഫാസിസോ ക്യാപിറ്റലിസോ സിയോണിസോ ഇവിടുത്തെ മദ്യമോ മയക്കുമരുന്നോ വ്യഭിചാരോ ഒന്നുമല്ല മുസ്ലിം സംഘടനകളുടെ എതിരാളിയായിട്ട് പോലും വരുന്നത്. പിന്നെ ആരാ? എൻ്റെ എതിരാളി സുന്നിയാണ്, സുന്നിയിലെ ആ വിഭാഗമാണ്. എൻ്റെ എതിരാളി മുജാഹിദാണ്, മുജാഹിദിലെ ആ ഗ്രൂപ്പാണ്. ഇങ്ങനെ പോവാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും വലിയ ശൈലില് അപ്പോ അവര് പറഞ്ഞു മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം എന്ന് പറയുന്നത് ഫർളാണ്. ഫർള് നഷ്ടപ്പെടുത്തിയിട്ട് സുന്നത്ത് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. ഫർളാണ് മുസ്ലിം ഐക്യം. എന്നിട്ട് എന്ത് ചെയ്യുക? 23 11 എന്ന് ചോദിച്ചിട്ട് തർക്കിച്ചിട്ട് അടിച്ചിട്ട് പിരിയുക. എന്നിട്ട് അതിന്റെ ശരിയും തെറ്റും പറഞ്ഞിട്ട് ഇപ്പോ ഒരു ഫർളിനെ നഷ്ടപ്പെടുത്തി എന്ത് സുന്നത്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത്? ഇതാണ് പൊതുവെ പല കാര്യങ്ങളിലും, ഇത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അതല്ലാത്ത കാര്യങ്ങളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നിസ്സാര കാര്യങ്ങൾ പർവ്വതീകരിക്കപ്പെടുകയും അതേറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന രീതിയിൽ സാധാരണ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രചരണങ്ങൾ, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിക്ർ ഹൽക്ക, നിങ്ങൾ ഹദീസ് ഖുർആനൊക്കെ വായിച്ചിട്ട് എവിടെയെങ്കിലും കേട്ടിരിക്കണം അങ്ങനെ ദിക്ർ ഹൽക്ക എന്ന് പറഞ്ഞിട്ട്? സ്വലാത്ത് വാർഷികം, സ്വലാത്ത് വാർഷികം. റസൂലിന് വേണ്ടിയിട്ട് ഇരുന്നിട്ട് പെരും സ്വലാത്ത് അല്ലല്ലേ? സ്വലാത്ത് എല്ലാം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ ശേഷം അതുപോലെ തന്നെ അത്തഹിയ്യാത്തില് ഒക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അതേപോലെ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സ്വലാത്തും അല്ല. നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഓർക്കാനും റസൂലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു വഴിയാണ്. അതിന് പകരം അതൊരു പ്രോഗ്രാം, ജുമാ നമസ്കാരം പോലെ, പെരുന്നാൾ നമസ്കാരം പോലെ, ഹജ്ജിന്റെ അറഫ പോലെ, ഇതാ ദുആ സമ്മേളനം, ഇതാ സ്വലാത്ത് വാർഷികം. ഇതിൻ്റെയൊക്കെ ഇരകള് മുഖ്യമായിട്ടും പെണ്ണുങ്ങളാണ്. എന്തെങ്കിലും പെണ്ണുങ്ങൾ പോയാൽ നമ്മളും പോയി കൊടുക്കും, പൈസയും കൊടുക്കും, സംഭാവനയൊക്കെ കൊടുക്കും. ഇതിന്റെ പ്രശ്നം അതിന്റെ ശരിയും തെറ്റൊന്നും ഞാനിപ്പോൾ പറയാൻ ആളല്ല. ഇതിൻ്റെ വിവരക്കേടലാണ് ഇവർ കയ്യ് ഖുർആൻ നമ്മൾ പഠിച്ചിട്ടില്ല, ഹദീസുകൾ നമ്മൾ വായിച്ചിട്ടില്ല, ഫിഖഹിന്റെ സംഗതികളും അല്ലാതെ ഒന്നും അറിയില്ല. അല്ലറ ചില്ലറ അനുഷ്ഠാനങ്ങളും അതിന്റെ കർമ്മസംബന്ധിയായ പ്രശ്നങ്ങളും അല്ലാതെ യഥാർത്ഥത്തിൽ ഖുർആനിലോ സുന്നത്തിലോ റസൂലിന്റെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ വായിച്ചാൽ നമുക്ക് എളുപ്പം പിടുത്തം കിട്ടും. നമ്മൾ വായിക്കൂല, നമ്മളെ വായിക്കാൻ ചിലപ്പോൾ സമ്മതിക്കും ചെയ്യൂല. അത് ഉസ്താദന്മാർ പഠിച്ചാൽ മതി, ഖതീമാർ പഠിച്ചാൽ മതി, നേതാക്കന്മാർ പഠിച്ചാൽ മതി എന്നാണ് പലരും തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പകരം വ്യക്തിപരമായ പഠനങ്ങളിലൂടെ നമ്മളിതിലേക്ക് ഇറങ്ങി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഹദീസിലൊക്കെ അനവധി അധ്യായങ്ങളും തലക്കെട്ടുകളും ഒക്കെ പൗരാണിക ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്, പുതിയ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്.
അവിടേക്ക് എവിടെയെങ്കിലും ഒന്നിങ്ങനെ നോക്കിയിട്ട് ഇത്രയും ബൃഹത്തായി നടത്തേണ്ട ഒരു പരിപാടിയാണ് സ്വലാത്ത് വാർഷികം, ഇത്രയും വലിയ ഗംഭീര സദസ്സായിട്ട് ദിക്ർ മജ്‌ലിസ് ഉണ്ടാവണം, മാശീട്ട് എറിഞ്ഞാൽ കാണാൻ കഴിയില്ല. എവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദിക്റൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിനെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ, വാപ്പാനെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വാപ്പ 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 എന്ന് പറഞ്ഞിട്ട് ഇരിക്കലൊന്നും അല്ലല്ലോ. വാപ്പയോടുള്ള കടപ്പാടുകൾ, വാപ്പയോടുള്ള ബാധ്യതകൾ, വാപ്പയോടുള്ള നമ്മുടെ നടപടിക്രമങ്ങൾ, അദ്ദേഹത്തിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, ഇത് ഓർക്കാനാണ് വാപ്പാനെ ഓർക്കണം എന്ന് പറയുന്നത്. അല്ലാതെ വാപ്പാനെ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് വാപ്പ 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 എന്ന് തസ്ബീഹ് ചെയ്തിട്ട് എന്താ കാര്യം? വാപ്പാനെ ഓർക്കാനോ, വാപ്പാക്ക് വേണ്ടി പണിയെടുക്കാനോ, മക്കളെ ഓർക്കണം, ഭാര്യയെ ഓർക്കണം, കുടുംബത്തിനെ ഓർക്കണം, നാടിനെ ഓർക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ എന്നതുപോലെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വാപ്പാനൊക്കെ ഇരുന്ന് ഓർക്കേണ്ട വേണ്ടി വരും. അത് നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ ഈ തിരക്കിലും ബഹളത്തിലൊക്കെ മറന്നുപോകും. അപ്പൊ ഒന്ന് ഇരുന്നിട്ട് വാപ്പാനെ കുറിച്ച് നന്നായിട്ട് ആലോചിക്കുക. എൻ്റെ വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്നെങ്ങനെയാണ് വളർത്തിയത്, എന്നെങ്ങനെയാണ് സംരക്ഷിച്ചത്, ഉപ്പാൻ്റെ കഷ്ടപ്പെട്ട കാലം എങ്ങനെയൊക്കെയായിരുന്നു, പിന്നെ എന്നാണ് ഇപ്പോൾ ഒന്ന് നട്ടല് നിവർത്തി എണീച്ചു നിന്നത്, എങ്ങനെയാണ് വാപ്പ ഞങ്ങളെ സംരക്ഷിച്ചത്, ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പട്ടിണിയാണ് വാപ്പ കടന്നിട്ടുള്ളത്, എന്നിട്ട് വാപ്പ എങ്ങനെയാണ് സഞ്ചരിച്ചത്. അപ്പോൾ വാപ്പാനോടുള്ള കടപ്പാടുകളും നന്ദിയും സന്തോഷവും നമ്മുടെ മനസ്സിലുള്ള മാനുഷിക വികാരങ്ങളൊക്കെ ഉണരും. അപ്പൊ അതിന്ന് നമ്മൾ ചെയ്യാൻ പലതും പ്രചോദിതരാകും. അല്ല വാപ്പ വാപ്പ എന്ന് തസ്ബീഹ് അല്ലല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പൊ ദിക്ർ എന്ന് പറഞ്ഞാൽ പോലും അതാണ്. അതിന് പകരം ഇരുന്നിട്ട് ചെല്ലുന്നെ. ഇനിയിപ്പോൾ സുബ്ഹാനല്ലാഹ് ചെല്ലിയ പുണ്യം തന്നെയാണ്. നിസ്കാരം കഴിഞ്ഞാൽ 33 പ്രാവശ്യം, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. വളരെ ശ്രേഷ്ഠമായ പുണ്യമുള്ള ഭയങ്കര സുന്നത്താണ്. റസൂലിന്റെ അടുത്ത് വന്നിട്ട് സഹാബികളെ ഒന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റസൂലെ, പാവപ്പെട്ട സഹാബികള് മുതലാളിമാരൊക്കെ കൊണ്ടുപോയി, ഓൽക്ക് നിസ്കാരമുണ്ട്, പൈസയുണ്ട്, ദാനമുണ്ട്, ധർമ്മമുണ്ട്, എല്ലാ സംഗതിയുണ്ട്, ഞങ്ങൾ പരമദരിദ്രന്മാരാ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തക്ബീർ ചൊല്ല്, നിങ്ങൾ തഹ്മീദ് ചൊല്ല്, നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും, സുബ്ഹാനല്ലാഹ് എന്ന് പറയും, അല്ലാഹു അക്ബർ എന്ന് പറയും. മുതലാളിമാർ ചെയ്യുന്ന ദാനധർമ്മത്തെക്കാൾ അല്ലെങ്കിൽ അതിന് തുല്യമായ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഉണ്ടാവും, അത്രയും മാനസികമായി മസ്തിഷ്കപരമായി വികാരങ്ങളും വിചാരങ്ങളും വിശ്വാസവും ഒക്കെ ഇടുകിച്ചേർത്ത് അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു തസ്ബീഹും തഹ്ലീലും തദ്കീറും അതിന് ഭയങ്കരമായ മാനങ്ങളുണ്ട്. അതിന്റെ അനുഭൂതികളും അതിന്റെ ആനന്ദമൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇരുന്നാൽ കിട്ടും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, അല്ലാഹുവേ നീയല്ലേ വലിയവൻ, ഞാൻ എത്ര ചെറുതാ, മുഖ്യമന്ത്രി എത്ര ചെറുതാ, പ്രധാനമന്ത്രി എത്ര ചെറുതാ, സുപ്രീം കോടതി എത്ര ചെറുതാ, അധികാര കേന്ദ്രങ്ങൾ എത്ര ചെറുതാ. അല്ലാഹു അക്ബർ പറയുമ്പോൾ കുറെ കമ്മ്യൂണിക്കേഷൻ നമ്മളിലേക്ക് നടക്കും. അതിനാണ് അല്ലാഹു അക്ബർ. പറയണത് അറിയണില്ല, എന്തിനാണ് പറയണമെന്നും അറിയണില്ല, എന്ത് വിശ്വാസത്തിലും വികാരത്തിലും വിചാരത്തിലുമാണ്. അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി, എത്ര സ്തുതി പറയണം അല്ലാഹ്, ഞാൻ നിനക്ക് എല്ലാം ചെയ്തെന്നത് ചെയ്യാൻ. എന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോണില്ല. ഫാത്തിമ ബീവി എന്നിട്ട് റസൂലിനോട് വേലക്കാരനെ ചോദിക്കുന്നുണ്ട്. അലിയല്ലാഹു പറഞ്ഞു, എടി വാപ്പാൻ്റെ അടുത്ത് കുറെ ആളുകളുണ്ട്, യുദ്ധത്തിലൊക്കെ പിടിക്കപ്പെട്ട ബന്ദികളെ ആളുകൾക്ക് കൊടുക്കും, ഒരു വെച്ച് കൊടുക്കും. പാപ്പാനോട് ചെന്ന് പറയും, നമുക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വാലെന്നെ വെള്ളം കോരി, അവരെന്നെ ഈത്തപ്പഴം പറിച്ച്, അവരെന്നെ ഒട്ടകത്തര അങ്ങോട്ട് കെട്ടി ഇങ്ങോട്ട് കെട്ടി, ഫാത്തിമാവിൻ്റെ കൈയൊക്കെ ആകെ കൂടി ഒരം പിടിച്ചിരുന്നു പറയണത്. അതുകൊണ്ട് ഫാത്തിമ ബീവി റസൂലിൻ്റെ അടുത്ത് എന്നവർ പറഞ്ഞു, റസൂൽ എനിക്ക് ഒരാളെങ്ങൾ വെച്ച് തരാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ റസൂൽ പറഞ്ഞു, എടി അതൊക്കെ പൊതുസ്വത്താണല്ലോ, അനക്കും കിട്ടാനുള്ളതുകൊണ്ട് എനിക്ക് തരുന്നതിന് വിരോധമല്ല, പക്ഷെ എൻ്റെ ഒരു പ്രത്യേക രീതിയിൽ എനിക്ക് എടുത്തു തരാൻ എനിക്ക് പറ്റൂലല്ലോ. അതുകൊണ്ട് ഇജ്ജ് എന്ത് ചെയ്യുക, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചെന്നിട്ട് ഇജ്ജ് പറയും, ഇരുന്ന് പ്രാർത്ഥിക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും, ആശ്വാസം കിട്ടും, മനസ്സിന് സമാധാനം കിട്ടും, മനസ്സിൻ്റെ എന്താണ് പറയുക, ആകുലതകളും ആശങ്കകളും സംഘർഷങ്ങളും ഒക്കെ നീങ്ങി കിട്ടും. ഇജ്ജ് പോയിട്ട് അത് ചെല്ലും. അത്രയും പ്രധാനപ്പെട്ടതാണ് സുബഹി. ഈ ഈ തസ്ബീഹും തഹ്ലീലും അങ്ങനത്തെ കുറെ ഉണ്ട് സംഗതികൾ. പ്രാർത്ഥനകളുടെ അധ്യായങ്ങളിലും ഹദീസുകളിലും ഒക്കെ ധാരാളം നമ്മളെ മാനസികമായി ഉത്തേജിപ്പിക്കുന്ന, പശ്ചാത്താപനിരതരും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ള പ്രേരണയും, നമ്മൾ ചെയ്തതിലുള്ള ഖേദവും വിജയിക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനുമുള്ള പോസിറ്റീവ് ചിന്തയും ഒക്കെ നൽകുന്ന ധാരാളം പ്രാർത്ഥനകളും തസ്ബീഹുകളും തഹ്ലീലുകളും ഒക്കെ ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 10 പ്രാവശ്യം പറഞ്ഞാൽ ഒരു അടിമയെ മോചിപ്പിച്ചതിന് തുല്യമാണെന്നാണ്. അതുകൊണ്ട് മഗ്‌രിബിന് ശേഷവും സുബഹിക്ക് ശേഷവും ഇത് 10 പ്രാവശ്യം ചെല്ലല്. മറ്റേ ഈ 99 ഈ ദിക്റുകൾ കഴിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഒരു പ്രാവശ്യം പറയണം. പക്ഷെ മഗ്‌രിബിനും സുബഹിക്കും ഇത് 10 പ്രാവശ്യം പറയല് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അടിമയായ ഒരു മനുഷ്യനെ വിമോചിപ്പിച്ചതിന് തുല്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അടിമത്ത വിമോചനം, മനുഷ്യനെ അടിമകളാക്കുന്ന ഘടകങ്ങളോടും അതിന്റെ സംവിധാനങ്ങളോടുമുള്ള അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെ ഗംഭീരമായ പ്രഖ്യാപനം അതിലുണ്ട്. അടിമത്തം എന്താണ് അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മളിപ്പോൾ പോണില്ല.
അത് പഠിച്ചെടുത്തിട്ട് അത് ചെല്ലുമ്പോൾ, അതങ്ങനെ ചെല്ലുമ്പോൾ നിങ്ങൾക്കുണ്ടാകാവുന്ന മാനസികമായ പ്രേരകങ്ങളും പിന്തുണയും പ്രോത്സാഹനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെല്ലണം. വളരെ പ്രധാനപ്പെട്ട റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളതിപ്പോൾ അങ്ങനെയൊന്നും ചെല്ലില്ല, നമുക്കൊന്നും ഇരിക്കാനും പറയാനൊന്നും നേരല്ല. അതിന് മാത്രമുള്ള തിരക്കിലാണ്. മൊബൈലും കമ്പ്യൂട്ടറും ദൈനംദിന കാര്യങ്ങളൊക്കെ ഇട്ട് പരക്കം. എപ്പോഴെങ്കിലുമൊക്കെ കുറച്ചു നേരം അങ്ങനെയൊക്കെ ഒന്ന് ഇരുന്ന് ഒരു ദിവസത്തിൽ ഒന്നുകിൽ സുബഹിക്ക് അല്ലെങ്കിൽ ഇശാക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പൊക്കെ ഒരു ചെറിയ ധ്യാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ റെഡിമെയ്ഡ് സാധനത്തിലെല്ലാം പറഞ്ഞു. ഒന്ന് ശാന്തമായിട്ട് ഇരുന്നിട്ട് അവനവനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്ന് വെച്ചു കൊടുത്ത് ഒന്ന് കയറി ഇറങ്ങി വളവും ഇറക്കമൊക്കെ ഒന്ന് ചുറ്റി വണങ്ങി പോയി ഒരു 24 മണിക്കൂർ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അയവിറക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കൂടുതൽ ശരിപ്പെടുത്താൻ, നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ സഞ്ചരിക്കാനുള്ള വഴിയൊക്കെ കിട്ടും. ഇങ്ങനെയുള്ള ദിക്റല്ലാതെ നിങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഹാ അല്ലാഹ്, ഹൂ അല്ലാഹ്, ഹീ അല്ലാഹ്, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരം പരിപാടി ആളുകളെ സംഘടിപ്പിച്ചെടുത്തിട്ട് ദിക്ർ ഹൽക്കകളും സ്വലാത്ത് വാർഷികങ്ങളും മജ്ലിസുകളും ഒക്കെ ആയിട്ട് ഇതിൻ്റെയൊക്കെ ഇരകൾ നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളാട്ടോ. പെണ്ണുങ്ങളാണ് കാര്യമായിട്ട് ഇറങ്ങി പുറപ്പെടുക. പള്ളിക്കൊക്കെ ഉൾക്ക് വരാൻ പാടില്ല, എന്നാൽ ഇതിനുൾക്ക് പോവാം. പള്ളിയിൽ പോകലെ ഹറാമാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പോകലോ, ഇത് ഹലാലാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന ഹറാമ്, എന്നാൽ അള്ളാഹുവിന്റെ റസൂല് ഒട്ടും പഠിപ്പിക്കാത്ത ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്താകാം, സംഘം ചേർന്നിട്ട് എവിടെയും പോയിട്ട് പങ്കെടുക്കാം. അതിനൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ പെണ്ണുങ്ങളെ അത്രയും തിരക്കിലാണെങ്കിലും പള്ളിയിലേക്ക് പോലും ജമാഅത്തിന് വരേണ്ടതില്ലെങ്കിൽ പിന്നെ ദിക്ർ ഹൽക്കും ദുആ സമ്മേളനത്തിനാണ് പോലും പോകേണ്ടത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവരെക്കാടാ. അങ്ങനെ അവർക്ക് വരാൻ പറ്റുകയാണെങ്കിൽ പള്ളിയിലേക്കാണ്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ പെണ്ണുങ്ങളെ തൊട്ട് നിങ്ങൾ പള്ളി തടയരുത്. പള്ളി നിങ്ങൾ തടയരുത്, റസൂൽ പറഞ്ഞതാ. പള്ളിക്കൊക്കെ വലിച്ചു കൊണ്ടുപോകണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതേസമയം ഇറങ്ങാൻ അവർക്ക് സൗകര്യവും ഇഷ്ടവും താല്പര്യങ്ങളും ഉണ്ടെങ്കിൽ പള്ളിയിലേക്കാണ് ഇറങ്ങേണ്ടത്. പള്ളി ഇല്ലാത്തവർക്കൊക്കെ ഇറങ്ങാം, കച്ചവടത്തിന് ഇറങ്ങാം, ഷോപ്പിംഗ് മാളിലേക്ക് ഇറങ്ങാം, അവിടേക്ക് ഇറങ്ങാം, ഇവിടേക്ക് ഇറങ്ങാം. ഈ പറഞ്ഞ ഇമാതിരി പരിപാടികൾക്ക്, നേർച്ചക്ക്, മക്കബറക്ക്, മൗലൂദിന് എല്ലാത്തിലും പങ്കെടുക്കാം. പള്ളിയിൽ നിസ്കരിക്കാൻ വരാൻ പാടില്ല, ജുമാക്ക് വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ അത് ഞാൻ പറയാം. ചെറുത് മാറ്റിയിട്ട് ചെറുതിനെ വലുതാക്കി വലിയതിനെ ഒന്നുമല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഈ തഖദു അഹ്ബാറഹും റഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും മറ്റു മതക്കാരെ കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആന്റെ ഒരു വിശകലനാണത്. അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവരെന്താക്കി, റബ്ബുകളായി സ്വീകരിച്ചു, റബ്ബായി സ്വീകരിച്ചു. അല്ലേ റബ്ബാകാൻ പാടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ റബ്ബ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ റബ്ബില്ലാന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അല്ലയാണ് എൻ്റെ റബ്ബ്, അല്ലയാണ് എൻ്റെ ഇലാഹ്, അല്ലാഹു ആണ് എൻ്റെ എല്ലാം. അങ്ങനെ സിഫത്തുകൾ മുഴുവൻ അതിൽ ചേർക്കും. അതിന് പകരം എന്ത് ചെയ്യുക, റബ്ബിന്റെ സ്ഥാനത്ത് നിങ്ങൾ പുരോഹിതന്മാരെ കൊണ്ടുവന്ന് നോക്കും. ഇതിന്റെ വിശദീകരണം എഴുതിയെടുത്ത് എല്ലാ തഫ്സീറുകളിലുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഹദീബ് രാത്തിം എന്ന് പറയുന്ന പ്രശസ്തനായ സഹാബി വന്നിട്ട്, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ റസൂലെ, ഞങ്ങൾ അച്ഛന്മാരെയും പൂജാരിമാരെയും ഒന്നും പൂജിക്കലില്ല, ഓരൊന്നും ഞങ്ങൾ ദൈവങ്ങളായിട്ടൊന്നും കാണുന്നില്ല, ഒരു പൂജാരിമാരെ മാത്രമാണ്. അപ്പോൾ റസൂൽ അതിന് വിശദീകരണം കൊടുത്തത്, അവര് ഇതാണ് ഹറാം എന്ന് പറയും, ഇതാണ് ഹലാൽ എന്ന് പറയും. എന്നിട്ട് അവർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹലാലും ഹറാമും തീരുമാനിച്ച് നിങ്ങൾ അതിന്റെ പിന്നാലെ പോകും. ഇതാണ് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഹലാലും ഹറാമും പുരോഹിതനെന്നല്ല, രാഷ്ട്രീയക്കാരനെന്നല്ല, ഒരാൾക്കും ഉള്ള അധികാരം കൊടുത്തിട്ടില്ല. ശരിയെന്ത് തെറ്റെന്ത് എന്ന് പറയാനുള്ള അധികാരം രാഷ്ട്രീയക്കാർക്കില്ല, മതക്കാർക്കില്ല, ബുദ്ധിജീവികൾക്കില്ല, സാംസ്കാരിക നായന്മാർക്കില്ല, വ്യക്തികൾക്കില്ല, സമൂഹങ്ങൾക്കില്ല. ശരിയെന്ത് തെറ്റെന്ത് ഇത് പറയാൻ അള്ളാഹ്ക്ക് അധികാരമുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. പുരോഹിതന്മാർ അതിൽ ഇടപെടുന്നു. എന്നിട്ട് അവരെ വന്നിട്ട് തെറ്റായ കാര്യങ്ങൾ ശരിയാണെന്നും ശരിയായ കാര്യങ്ങൾ തെറ്റാണെന്നും പഠിപ്പിച്ചിട്ട് നേരെ വിപരീതമായ ജീവിത രീതികളും ശൈലികളും ഒക്കെ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരുന്നു. നിങ്ങൾ അങ്ങനെയാണ് അവരെ റബ്ബുകളാക്കിയത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഒരിക്കൽ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇന്ത്യയും കുടുംബത്തിലും നാട്ടിലും വീട്ടിലുമൊക്കെ നന്നായിട്ട് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുരോഹിത സംവിധാനങ്ങളുടെ പിന്നാമ്പുറങ്ങളിലൂടെ അതിഗംഭീരമായ സ്വഭാവത്തിൽ ഇസ്ലാമിൽ അടിസ്ഥാനങ്ങളായ കാര്യങ്ങളൊക്കെ വിസ്മരിക്കപ്പെടുകയും എന്നാൽ നിസ്സാരമായ പല സംവിധാനങ്ങളും ഗംഭീരമായി നടത്തപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ പുരോഹിതന്മാർ ചെയ്യുന്ന പണി. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണമെന്നൊക്കെ അതിൻ്റെ ശേഷമുള്ള ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുക. വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയൊക്കെ ഏറ്റവും ശരിയായ രീതിയിൽ പൂർണ്ണമായ ഭംഗിയിലും അള്ളാഹുവിനും റസൂലിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പൂർത്തീകരിക്കാൻ ഞാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ധാരാളം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നിനു മേലൊന്നായി ഓരോന്നും പറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്
ഏതിനെക്കുറിച്ചാണ് പറയേണ്ടത്, എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് പോലും പറ്റാത്ത വണ്ണം, നമ്മളെ ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റാത്ത വണ്ണം ഓരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യഗൗരവത്തോടു കൂടി അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക. ആദ്യം മുസ്ലിം പ്രതികളെ വെറുതെ വിട്ടു കോടതി, അവരെല്ലാം അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇന്നലെ വേറെ വിധി വന്നിട്ടുണ്ട്, ചെയ്തവരെ വെറുതെ വിട്ടു. അന്ന് ചെയ്യാത്തവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു, 18 കൊല്ലത്തിന് ശേഷം വെറുതെ വിട്ടു. ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വളരെ അപകടകരമായ സംഘപരിവാർ കേന്ദ്രീകൃതമായി നടന്നിട്ടുള്ള പ്രോഗ്രാമുകളാണ് 99%. അവരാൽ നിയന്ത്രിക്കപ്പെട്ട ഒരാളുകളുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അതും ചെയ്തിട്ടുണ്ടാവും. അതിലെ മുഖ്യ പ്രതികൾ ഇന്നലെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. കോടതികളെ വിധി വരുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യം അഡ്വാൻസ് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് നമുക്ക് വേണ്ടിയിട്ട് സന്തോഷകരമായ വിധി വരികയാണ്. പിന്നെയാണ് അതിൻ്റെ ബാക്കിൽ അതിനേക്കാൾ വലുത് വരിക. ഒരടി മുന്നോട്ട് വെച്ചിട്ട് 3 അടി ബാക്കിലേക്ക് വെക്കും. അപകടകരമായ വിധികൾ നമുക്ക് തരും. കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണില്ല, വാർത്തയിലും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, മതപ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ മതക്കാർക്കും ഇപ്പോൾ പേടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊക്കെ പേടി തന്നെയാണ്. കാരണം ആശയപരമായ കരുത്ത് മനസ്സിലില്ലാത്തതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്ന ദൈവങ്ങളും വേദഗ്രന്ഥങ്ങളും അമ്പലങ്ങളും പള്ളിയൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് കൊടുക്കാനോ എടുക്കാനോ പരിചയപ്പെടുത്താനോ ഇതാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പരസ്പരം പറയുമ്പോഴേക്കും പേടി തോന്നുക. ഇങ്ങനെയൊക്കെയുള്ള മതസ്വാതന്ത്ര്യം ഇന്ത്യയിൽ അനുവദിക്കപ്പെട്ടതാണ്. അതിൻ്റെ പേരിലാണ് ഈ 2 കന്യാസ്ത്രീകളെ പിടിച്ച് കൊണ്ടുപോയിട്ട് ബജറംഗ് ദൾ, പോലീസല്ല, നിഷ്ഠൂരമായിട്ട് വിചാരണ ചെയ്ത് അവസാനം റെയിൽവേ സ്റ്റേഷൻകാർ വിളിക്കുന്ന പോലീസിനല്ല, ബജറംഗ് ദളിൻ്റെ പ്രവർത്തകരെ. എന്താണോ പറയണത് അതാണ് പോലീസ് പറയുക, അതാണ് കോടതി പറയുക, അതാണ് മീഡിയ പറയുക. അതിൻ്റെ തൊട്ട് അതിനേക്കാൾ വേദനാജനകമായി അതിനോടൊപ്പം അതുപോലെ തന്നെ ആസാമിലിപ്പോൾ പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3000-4000 കുടുംബങ്ങളൊക്കെ. ഇന്നിപ്പോൾ ഒരു ഇമാമിൻ്റെ കുറിപ്പുണ്ട്, അവൻ്റെ വീട് പൊളിക്കാനുള്ള കത്ത് വന്നിക്കിടെന്ന് പറഞ്ഞിട്ട് വാപ്പിയമ്മയും വിളിച്ച ബഡ്ഡി എന്ന് പറഞ്ഞിട്ട് അവൻ കയറുകയാണ്. ഇവിടെ ഇമാമിക്കാൻ വന്ന ആൾക്കാരാണ് കേരളത്തിലേക്ക്. പാപ്പാക്കുമ്മാക്കും കടലാസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, എവിടേക്കാ പോകാമെന്നറിയില്ല. വണ്ടിക്ക് റിസർവേഷൻ ഒന്നുമില്ല, കിട്ടിയ വണ്ടിക്ക് കയറി പോവുകയാണ്. നാളെ ഈ സാഹചര്യങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു കന്യാസ്ത്രീകളുടെ പ്രശ്നം പോലും ഇത്രയും മാരകമായി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറാട്ട് നാടകങ്ങളെ ബ്ലോക്ക് ഔട്ട് ബാക്കിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒപ്പിച്ച, അങ്ങനെയൊക്കെയാണ് അവർ സംഘപരിവാർ അങ്ങനെയൊക്കെയാണ് പ്രോഗ്രാം ചെയ്യുക. ഒന്നിനെ മുന്നിലേക്ക് വെച്ചിട്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടതിന് എന്ത് ചെയ്യും, അത്രയും ഗുരുതരമായതിന്. പക്ഷേ രണ്ടും ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറയണതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ശ്രദ്ധകളിലും ഒക്കെ ഉണ്ടാവണം ഓരോ കാര്യങ്ങളും എന്നുകൂടി ഉണർത്താണ്. ലളിതമായിട്ട് നമുക്ക് അതിജീവിക്കാനോ അഭിമുഖീകരിക്കാനോ പറ്റുന്ന രീതിയിലല്ല പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ അടിയൊഴുക്കുകളും മാരകമായ അജണ്ടകളും ഒക്കെ വെച്ചിട്ടാണ് എല്ലാം പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും കഴിയണമെങ്കിൽ ഈമാനികമായ, ഇസ്ലാമികമായ, ഇഹ്സാനീപരമായ തത്വയും കരുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഭാവി കാലത്തെ മുന്നിൽ നിന്നുകൊണ്ട് അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അത്തരം വിഷയങ്ങളിലൊക്കെ വലിയ ശ്രദ്ധയും താല്പര്യവും ഉണ്ടാകണമെന്ന് കൂടി ഞാൻ ഉണർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സംവിധാനങ്ങളെ, നമ്മുടെ ജീവിത മാർഗങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനവും സന്തോഷവും സാഹോദര്യവും ഒക്കെയുള്ള ചുറ്റുപാടുകൾ നൽകി കരുണാവാരിധി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിന്ന് പറിച്ചറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഗസ ഒരു ഭാഗത്തുണ്ട്, നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ലോകത്തെ വലിയ പ്രതികരണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുമെന്നുള്ളത് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കല്ലാതെ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണത് അവസാനിക്കുക എന്ന് പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ മതഘടനയും നമ്മുടെ ആഗോള സംവിധാനങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട് അള്ളാഹു നേർക്ക് നേരെ ആ വിഷയത്തെ പല രീതിയിലും പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ഗസ മുതൽ ആസാം മുതൽ ജയിലുകളിലൊക്കെ 18, 30, 40 ഒക്കെ കൊല്ലം അടച്ചിട്ടിട്ട് നിരപരാധികളാണെന്ന് പറഞ്ഞു വിടുകയും ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ നിരപരാധികളാണെന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകി പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അള്ളാഹുവെ ഇരകളാക്കപ്പെടുന്നവർക്കും നഷ്ടം സംഭവിക്കുന്നവർക്കും സഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും മുന്നോട്ട് പോകാനുമുള്ള വഴികളും കരുത്തും സംവിധാനങ്ങളും നൽകി നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളോട് നീ പൊറുക്കണ തമ്പുരാനെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. അകത്തും പുറത്തുമൊക്കെ ധാരാളം വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നീ മായ്ച്ചു കളയുകയും തെറ്റുകളെ നന്മകളാക്കി പരിവർത്തിപ്പിച്ച് ലോകത്തും പരലോകത്തും
ഏറ്റവും സന്തോഷകരമായി നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഇണകൾ, കുട്ടികൾ, അവരിൽ നിന്നൊക്കെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ നൽകി നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. വലിയ പരീക്ഷണങ്ങളും വലിയ ഉത്തരവാദിത്തങ്ങളുമാണ് മാതാപിതാക്കളും ഇണകളും കുട്ടികളും ഒക്കെ. അവരോടുള്ള കടപ്പാടുകളും ബാധ്യതകളും ഭംഗിയായി പൂർത്തീകരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, മാമൂലുകൾ, മാറാപ്പുകൾ, ധാരാളം വേണ്ടാധീനങ്ങൾ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ ഞങ്ങളിൽ. അതിൽ നിന്നൊക്കെ മുക്തരായി വിശുദ്ധിയുള്ള, നിർമ്മലതയുള്ള, ഈ സത്യസന്ധതയുള്ള, ഈമാനും ഇഹ്സാനൊക്കെ ഉള്ള ജീവിതം എന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുമാറാകണമേ തമ്പുരാനെ. എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നിന്റെ പ്രവാചകനെ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അതനുസരിച്ച് വിജയകരമായി മുന്നോട്ട് പോകാനും വഴികൾ തുറന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ, അതിലൊക്കെയും പരിഹാരങ്ങളും തുറവികളും നൽകി നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد صلى الله عليه وسلم.